വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളൊരു ബ്രേക്ക് എടുത്ത് ദുബായിൽ നിന്ന് നാട്ടിലെത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് നാൾ നമ്മളെ നാട്ടിലെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ മുറ്റത്ത് കുറേ ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഗാർഡനിങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. അതിൻ്റെ ഒരു തുടക്കമാണ്. നമ്മുടെ വീട്ടിലോട്ട് കയറുന്നതിന് മുന്നേ ഉള്ള മതിലിന് 2 സൈഡ് മതിലിനും നമ്മൾ ടേർട്ടിൽ വൈൻ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് അലങ്കരിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അമ്മയാട്ടോ, പറയാൻ വേണ്ടി ഞാൻ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ഒരു സൈഡ്, അപ്പുറം സൈഡും ഉണ്ട്. അപ്പോൾ ഇത് നീണ്ടു വരുമായിരുന്നു, ഇവിടം വരെയൊക്കെ വരുമായിരുന്നു. പിന്നെ നമ്മളതിനെ കട്ട് ചെയ്ത് ഈ ഒരു ലെവലിലാക്കുന്നതാണ്. അപ്പോൾ അതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ചെടികളും പൂക്കളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. ആരും മിസ് ചെയ്യരുത്, എല്ലാവരും കാണണം. നമ്മൾ ഈ നാട്ടിലേക്ക് എത്തുന്ന സമയത്ത് എന്ന് വെച്ചാൽ നമുക്ക് വീടിൻ്റെ മുന്നിൽ കുറേ ചെടി, നമ്മൾ പോകുന്ന ടൈമിൽ ശരിക്കും ഇത്രയും ഉണ്ടായിരുന്നില്ല. പിന്നെ അമ്മ തന്നെ ഉണ്ടാക്കി കുറേ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. ഇപ്പോൾ എല്ലാ വീടുകളിലും ഇപ്പോൾ ചെടികൾ കൂടാൻ കാരണം നമ്മുടെ ലോക്ക്ഡൗൺ ആയിരുന്നു അല്ലേ. കോവിഡിൻ്റെ സമയത്ത് ലോക്ക്ഡൗൺ ടൈമിലായിരുന്നു ഒരുവിധം എല്ലാ വീടുകളിലും നമ്മുടെ ചെടികൾ പരിപാലിക്കുക എന്നുള്ളൊരു പരിപാടിയിലോട്ട് എത്തിയത്. അതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ വീടുകളിലും ഇപ്പോൾ നന്നായിട്ട് ചെടികളും പൂക്കളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കൃഷി, നമ്മുടെ വീട്ടിലോട്ട് വേണ്ടുന്ന പച്ചക്കറികളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നിങ്ങൾ കാണാൻ പോകുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലോട്ട് പോവാം. ഓക്കെ, ഇതാണ് അപ്പം നമ്മുടെ വീട്. 2 സൈഡിലും ചെറുതായിട്ട് നമ്മൾ ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അമ്മ രാവിലെ തന്നെ വെള്ളം ഒഴിക്കൽ പരിപാടിയിലാണ്. പിന്നെ ഒരു പ്രത്യേകത, നമ്മുടെ വീട്ടിലൊരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ മരം നമ്മുടെ അവോക്കാഡോ മരമാണ്, ബട്ടർ ഫ്രൂട്ടിൻ്റെ. അപ്പോൾ അത് ഇപ്പോൾ എന്ന് വെച്ചാൽ കുറേ വീടുകളിലുണ്ട്. പക്ഷേ ഇതിപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ട്. അത് ഈ മരത്തിൽ നിന്നാണെങ്കിൽ ഓൾമോസ്റ്റ് എത്രയോ കായ്കൾ ബട്ടർ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ നമ്മൾ ഉപയോഗിക്കും, കുറേ കൊടുക്കും, നമ്മൾ ഷോപ്പിൽ കൊടുക്കും. അങ്ങനെ അത്രയും നമുക്ക് തരുന്നൊരു മരമാണിത്. അത് ഇവിടുത്തെ വലിയൊരു പ്രത്യേകത. അത് നമുക്കിവിടെ മുന്നിൽ മുറ്റത്തും നല്ലൊരു തണലും തരുന്നുണ്ട്. ഇപ്പം തന്നെ പൂത്ത് നിൽക്കുന്ന ടൈമാണ്. ഇനിയിപ്പോൾ അതിങ്ങനെ വളരാൻ വേണ്ടി തുടങ്ങുന്ന ടൈമാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വലിയ സൈസുള്ള പൈപ്പില്ലേ, ആ വലിയ സൈസുള്ള പൈപ്പ് നമ്മുടെ വീട്ടിൽ ബാക്കി വന്നതാണ്. ബാക്കി വന്ന സാധനത്തിൽ അമ്മ അതിനെ ചൂടി കയറ് വെച്ചിട്ട് കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഓരോ സൈഡിലായിട്ട് ഇങ്ങനെയുള്ള എന്നിട്ട് ഇങ്ങനെ നമുക്കിവിടെ ഹാങ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ചെറിയ ഇത് സംഭവം ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കും. ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സാധനങ്ങളൊന്നും നമ്മൾ ഇതാക്കാൻ വേണ്ടി വാങ്ങിച്ചതല്ല. ഇവിടെ നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വീടിൻ്റെ പണിക്കും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതിൽ ബാക്കി വരുന്ന സംഭവങ്ങളാണ് മൊത്തം ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നമ്മുടെ കുപ്പിയില്ലേ, നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പി 7up ഒക്കെ, അതിൻ്റെ ബോട്ടിൽ, ഇത് വലിയ ബോട്ടിലിൻ്റെ വായു ഭാഗം മുറിച്ചിട്ട് അതിൽ ചെടി വെച്ചിട്ടാണ് ഇതിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫുള്ളായിട്ട് കാണുമ്പോൾ വെറൈറ്റി ആയി. പിന്നെ അടുത്തതെന്ന് പറയണത് അതും കുറച്ച് വെറൈറ്റിയാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ ഷോപ്പിലേക്ക് തട്ടടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന സാധനങ്ങളിൽ ബാക്കി വന്നത് വേസ്റ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ചെറിയ കരവിരുതാണ് ഈ കാണുന്നത്. ഇതിൽ ഇങ്ങനെ ഒരു പലക എടുത്ത് വെച്ചിട്ട് ഈ ഗ്രില്ലിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഒരു ചട്ടി എടുത്ത് വെച്ച്, അപ്പോൾ അതും ഡിഫറെൻ്റായി. ഇതുപോലത്തെ ഒന്ന് തൊട്ടപ്പുറത്തും ഉണ്ട്, ആ സൈഡിലും ഈ സൈഡിലും 2 സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടുതൽ സംഭവങ്ങൾ അമ്മ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് വൈകാതെ നമുക്ക് കാണാം.
ഞാൻ പറഞ്ഞ ചെറിയൊരു പച്ചക്കറി തോട്ടം. ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ പയറുണ്ട്, പിന്നെ ഇത് എന്താ നമ്മളിതിനെ കോയക്കാന്ന് പറയും, ശരിക്കും അത് കോവയ്ക്ക എന്ന് പറയുന്ന സംഭവം അതുണ്ട്, പിന്നെ കക്കിരിയുണ്ട്, പിന്നെ കോളിഫ്ലവർ ഉണ്ട്, പിന്നെന്താ പിന്നെ കുറേ വാഴയുണ്ട്, അതിൻ്റെ കൂമ്പ് കാമ്പ് ആ വക സംഭവങ്ങളുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പം നമുക്കെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. കാണാൻ നല്ല രസമുണ്ട്. ഇതിന് മറ്റേ മൂത്ത ചുവപ്പ് കളറൊന്നല്ല, എല്ലാം ലൈറ്റ് പച്ച കളറായിട്ട് നല്ല. ഇത് എന്താ നമ്മുടെ ഈ ജൈവ വളങ്ങൾ മാത്രം ഇട്ടുകൊണ്ടുള്ള കൃഷി രീതിയാട്ടോ, മറ്റ് രാസവളങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വരുന്ന സമയത്ത് നമ്മൾ വീട്ടിലേക്കുള്ളത് എടുത്തിട്ട് ബാക്കിയൊക്കെ നമ്മൾ ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഷോപ്പിൽ അവിടെ കൊണ്ടുവയ്ക്കും. എല്ലാം ഫ്രഷ് ആയിട്ടുള്ള കൂമ്പ്, ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കും ഇതിനെ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് പയറാണ്. പയർ ഇത് നല്ല നല്ല നീളത്തിലാണ് ഉള്ളത്. നമ്മളിതിനെ ഉപ്പേരി എന്ന് പറയും, മറ്റു ചില സ്ഥലത്ത് തോരൻ എന്ന് പറയും, വറവ് എന്ന് പറയും. അപ്പം അത് വെക്കാൻ വേണ്ടിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള പയറാണ്. എന്തോരം നീളമാണെന്ന് നോക്കി, വലിയ നല്ല നീളത്തിലുള്ള പയറാണ്. ഇതിന് ഇംഗ്ലീഷ് വളങ്ങളൊന്നുമില്ല, നമ്മുടെ സാധാരണ വളങ്ങൾ, എന്താ ചാണപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള കൃഷിയാണ്. ഇതിൻ്റെയൊക്കെ അച്ഛനും അമ്മയും കേട്ടോ. ഈ പറിക്കാൻ സമയത്തേ ഞാൻ വരാറുള്ളൂ. കഴിക്കാനും പറിക്കാനുമാണ് കൂടുതലായിട്ടും വരുന്നത്. കക്കിരി ഉണ്ടോ? കക്കിരി നല്ല ഫ്രഷ് കക്കിരിയാണ്. കഴുകിയിട്ട് ഇപ്പൊ തന്നെ അങ്ങ് കടിച്ചു തിന്നാം. അപ്പൊ 2 കൂമ്പ് നമ്മൾ പറിച്ചു. ഇനി ബാക്കി കൂമ്പുകൾ നമ്മൾ പറിക്കും. ഇതിപ്പോൾ നമ്മുടെ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര ഹെൽത്തിയാണ്. ഒരുപാട് രോഗങ്ങൾക്കൊക്കെ ഭയങ്കര സ്ട്രോങ് സാധനമാണ് കഴിക്കാൻ കിട്ടിയത്. അതും ഒരു മായവും ഇല്ലാത്തതല്ലേ, നമ്മുടെ പറമ്പിൽ തന്നെ നമ്മൾ ഒരു രാസവളം ഉപയോഗിക്കാതെ നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ ഫ്രഷ് സാധനമാണ്. ഇത് പടവലങ്ങ. നമ്മൾ ഇപ്പോൾ ഇത് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഇത് കഴിഞ്ഞു പോയി. എന്നാൽ 2-3 ഉണ്ട്. ഇനി ഒരു 3-4 പിടിക്കുന്നുണ്ട്. അത് ചെറുതാണ്, അതുകൊണ്ട് നമ്മളിപ്പോൾ അത് പൊട്ടിക്കുന്നില്ല. ഇതൊരുവിധം എല്ലാ മനുഷ്യരുടെയും പ്രിയപ്പെട്ട ഭക്ഷണത്തിൽ ഒന്നാണ്. നമ്മുടെ ഗോബി മഞ്ചൂരിയൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ കോളിഫ്ലവറാണ്. ഇത് നമ്മൾ ചെറിയ തൈ വാങ്ങിച്ചിട്ട് നട്ടിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ കോളിഫ്ലവർ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. അപ്പോൾ അത് നന്നായിട്ട് സക്സസ്ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ വലുതായിട്ട് നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിപ്പം കാണാൻ തന്നെ നല്ല സൂപ്പറായിട്ടുണ്ട്. ഇത് ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് കോളിഫ്ലവറാണുള്ളത്. അപ്പോൾ എല്ലാം തന്നെ ഇപ്പം റെഡിയായി വന്നിട്ടുമുണ്ട്. ഇനി നമുക്കത് പൊട്ടിച്ചിട്ട് കറി വെക്കേണ്ട പണിയേ ഉള്ളൂ. അപ്പം നമ്മളെല്ലാം പറിച്ചു. ഏതാണ്ട് എന്തൊക്കെയാ, കൂമ്പുണ്ട്, പടവലമുണ്ട്, കക്കിരിയുണ്ട്, കോവയ്ക്കുണ്ട്, പയറുണ്ട്, പച്ചപ്പയർ, പിന്നെ അമരയുണ്ട്. അമര നമ്മളിപ്പോൾ പറിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ ശരിക്കും വീട്ടിലോട്ട് വേണ്ടുന്ന കുറച്ച് സാധനമേ പറിച്ചിട്ടുള്ളൂ, ബൾക്കായിട്ടൊന്നും പറിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു തണുപ്പ്, പച്ചപ്പ്, നമ്മുടെ ഇങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ചുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള കറികൾ
ഒക്കെയാണ് ഇവിടുത്തെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും എല്ലാവരും വീഡിയോസ് ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ്സ് ഇടണം. അതുപോലെ തന്നെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോഴേ നിങ്ങൾക്ക് എൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വരുള്ളൂ. അപ്പോൾ ഇനി കുറച്ച് കാലം നമ്മൾ നാട്ടിലെ വീഡിയോസ് കൊണ്ട് തകർക്കും. അപ്പോൾ ഇനി ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്കറിയാം. അതുവരെ എല്ലാവർക്കും